നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായിരുന്നു. ഇന്ദിരാഗാന്ധി എന്ന പേര് തന്നെ ഓർക്കുന്നതും കേൾക്കുന്നതും BJPയെയും മോദിയെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. ഒന്നുമില്ലാതിരുന്ന ഒരു രാജ്യത്തെ ഈ ലോകത്തിന് മുന്നിൽ ശക്തിയാക്കി മാറ്റിയ ഇന്ദിരയുടെയും നെഹ്റുവിൻ്റെയും രാജീവിൻ്റെയും ഒക്കെ കാരുണ്യം കൊണ്ട് ഇന്ന് വലിയ പണിയില്ലാതെ ഭരിച്ചു നടക്കുന്ന നരേന്ദ്രമോദിക്ക് പഴയത് കേൾക്കുമ്പോൾ കലിയിളകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകം ആരാധിക്കുന്ന ഒരു വനിതാ പ്രധാനമന്ത്രിയെ മറക്കാൻ വേണ്ടി വല്ലഭായ് പട്ടേലിൻ്റെ ആഘോഷം നടത്തി BJPക്കാർ സായുജ്യമടയുന്നത്. എന്നാൽ പട്ടേലും പണ്ടത്തെ കോൺഗ്രസ് അധ്യക്ഷനും കോൺഗ്രസ് മന്ത്രിയുമാണെന്ന സത്യം ഈ വിഡ്ഢികൾ മറന്നുപോകുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അതെന്തുമാകട്ടെ, ഏതായാലും ഇന്നലെ ഒരു താരതമ്യം നടന്നു. 40 കൊല്ലം മുൻപ് ഈ രാജ്യം ഭരിച്ച ഇന്ദിരയും ഇന്ന് എല്ലാ സൗകര്യം ഉണ്ടാകുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും തമ്മിലായിരുന്നു ആ താരതമ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ വെച്ച് വലിയ ജനസഞ്ചയത്തിന് മുന്നിൽ വെച്ച് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ആ സത്യസന്ധമായ ഒരു താരതമ്യം നടത്തിയത്. അതായത് നരേന്ദ്രമോദി ഭീരുവാണെന്നും അദ്ദേഹത്തെക്കാൾ ധൈര്യം വനിതയായ ഇന്ദിരാഗാന്ധിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ സത്യം. ഇന്ദിരാഗാന്ധി ഒരിക്കലും അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ല. എന്നാൽ നരേന്ദ്രമോദി ട്രംപിനെ ഭയന്ന് US സന്ദർശനം പോലും ഒഴിവാക്കി. മനുഷ്യനായാൽ ധൈര്യം വേണമെന്നിരിക്കെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് പോലും ധൈര്യമില്ലാത്ത ആളാണ് നരേന്ദ്രമോദി എന്ന് അതോടെ തെളിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് ധൈര്യം വേണം. അമേരിക്കൻ പ്രസിഡന്റ് നിരവധി തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപമാനിച്ചു, ആക്ഷേപിച്ചു. നരേന്ദ്രമോദിയോട് താൻ വിളിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ പറഞ്ഞുവെന്നും 2 ദിവസത്തിനകം ആ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചു എന്നുമാണ് ട്രംപ് ഈ ലോകത്തോടായി പറഞ്ഞത്. എന്നാൽ അത് നിന്ന് കേട്ടതല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് കള്ളമാണ് പറയുന്നത് എന്ന് ഒരു തവണ പോലും പറയാനുള്ള ധൈര്യം ഈ പ്രധാനമന്ത്രിക്കില്ല. അദ്ദേഹം നിശബ്ദനായിരിക്കുകയാണ്. മോദി അമേരിക്കയിലേക്ക് പോകേണ്ടതായിരുന്നു, ട്രംപുമായി അവിടെ കൂടിക്കാഴ്ചയും നടക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് പേടിയാണ്, അമേരിക്കയിലേക്ക് പോകാൻ പോലും തയ്യാറാകുന്നില്ല. എന്നിട്ട് ഇവിടെ നിന്ന് നാട്ടുകാരെയും ന്യൂനപക്ഷങ്ങളെയും എല്ലാം വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ഇന്ദിരാഗാന്ധി ചെയ്തത് അത് നോക്കിയാൽ മോദി 7 അയലത്തല്ല 100 അയലത്ത് പോലും എത്തില്ല. അതായത് വലിയ കണ്ടുപിടുത്തങ്ങളൊന്നുമില്ലാത്ത സമയത്ത് 1971 പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നതിനായി അവരുടെ നാവികസേനയെ അയച്ചു. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവരോട് പറഞ്ഞത്, നിങ്ങളുടെ നാവികസേനയെ ഞങ്ങൾ ഭയപ്പെടുന്നൊന്നുമില്ല, തൻ്റെ അവകാശപ്പെട്ട ഇടങ്ങളിലേക്ക് നിങ്ങളുടെ കപ്പൽപ്പട വന്നാൽ വന്നതുപോലെ അത് തിരിച്ചു പോകില്ല എന്നായിരുന്നു ഇന്ദിരാഗാന്ധി പറഞ്ഞത്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോളൂ, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങളും ചെയ്യും എന്നായിരുന്നു ആ ഇന്ദിരാഗാന്ധിയുടെ വാക്ക്. ഈ പുരുഷനേക്കാൾ ധൈര്യം ആ വനിതക്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ദിവസം കൂടിയായിരുന്നു ഇന്നലെ കടന്നുപോയത്. ഇനി എത്ര മറച്ചു പിടിക്കാൻ നോക്കിയാലും ഇന്ദിരയെ ജയിക്കാൻ കഴിയാത്ത നരേന്ദ്രമോദിയെ തന്നെയാണ് ഇന്നലെയും ഈ രാജ്യം കണ്ടത്.